ഹലോ ഗായ്സ്, വെൽക്കം ടു AKPU EduTech. നമ്മൾ നോക്കാൻ പോകുന്ന ആന്റിഡോട്ട്സ് ആണ്. നമുക്ക് കെമിസ്ട്രി 1 പഠിക്കുന്ന ആന്റിഡോട്ട്സ് എന്താണ് ഒരു എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ. അധികം ഡീപ്പായിട്ടൊന്നും പോവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രം പഠിക്കുക. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് എവിടെ പഠിക്കാൻ പറ്റും, നമ്മുടെ ക്ലിനിക്കൽ ഫാർമസിയിൽ പഠിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് എന്താണ് ആന്റിഡോട്ട് എന്ന് അറിയണം. സോ ബേസിക്കലി ആന്റിഡോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സാധനം? നമുക്ക് ഒരു പോയിസൺ ഉള്ളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു ഹാർംഫുൾ സബ്സ്റ്റൻസ് പോവുകയോ അല്ലെങ്കിൽ ടോക്സിൻസ് ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് അഡ്വേഴ്സ് എഫക്റ്റുകൾ കാണിക്കും അല്ലേ. അപ്പോൾ ഈ അഡ്വേഴ്സ് എഫക്റ്റുകൾ നമുക്ക് നിർത്തണം. അതെങ്ങനെ നിർത്തുക ചെയ്യുക? അതായത് എത്രയും പെട്ടെന്ന് നമ്മളെ ബോഡിയിലുള്ള പോയിസണിനെയോ അല്ലെങ്കിൽ ഹാർംഫുൾ സബ്സ്റ്റൻസിനെയോ നമുക്ക് റിമൂവ് ചെയ്യണം അല്ലേ. സോ അപ്പോൾ എന്താണ് ആന്റിഡോട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ സാധനത്തിനെ റിമൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ അഡ്വേഴ്സ് എഫക്റ്റുകൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഏജന്റുകളെയാണ് നമ്മൾ ആന്റിഡോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് ഡെഫിനേഷൻ നോക്കിയാലോ. ആന്റിഡോട്ട്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സബ്സ്റ്റൻസ് or treatment that counteract the effect of a poison. അത് ശ്രദ്ധിക്കണം. counteract the effect of a poison, toxin or harmful substance, providing a remedy or relief for its adverse effect. കണ്ടോ, ഞാൻ പറഞ്ഞ സെയിം സാധനം അല്ലേ ഇവിടെയും പറയുന്നത് അല്ലേ. എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ കൗണ്ടറാക്ട് ചെയ്യുന്നു പോയിസൺ, ടോക്സിൻ, ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലേ. ഇതിനെന്ത് ചെയ്യുന്നു? കൗണ്ടർ ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. സോ നെക്സ്റ്റ് വൺ ഈസ് എന്താണ് പോയിസൺ എന്നറിയണം. ഓക്കെ, സോ പോയിസൺ ആർ ദ സബ്സ്റ്റൻസസ്. ഇത് സബ്സ്റ്റൻസസ് ആണ് അല്ലേ. വെൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ഓർ അബ്സോർബ് ബൈ എ ലിവിങ് ഓർഗാനിസം ക്യാൻ കോസ് ഇൽനെസ് ഓർ ഈവൻ ഫേറ്റൽ കോൺസിക്വൻസസ്. കണ്ടോ, ഇത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പോയിസൺ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക? അവർക്ക് ഇൽനെസ്സോ അല്ലെങ്കിൽ ഫേറ്റൽ കോൺസിക്വൻസസോ ഉണ്ടാകും. സോ കൺവേഴ്സ്ലി ആന്റിഡോട്ട്സ് ആക്ട് എസ് എ കൗണ്ടറാക്റ്റീവ് ഏജന്റ്. എന്താ ചെയ്യുക? ആന്റിഡോട്ട് കൗണ്ടറാക്റ്റീവ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആൻഡ് അഡ്വേഴ്സ് എഫക്ട് ഓഫ് ദ പോയിസൺ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. സോ നമുക്ക് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് കേട്ടോ നമുക്ക് പഠിക്കാൻ ആന്റിഡോട്ട്സുകളുടെ. നമുക്കത് ഫർദർലി നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ മാനേജ്മെന്റ് നോക്കാം, എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക. സോ ഞാൻ അധികം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോവേ ഉള്ളൂ. ദ ഫസ്റ്റ് വൺ ഈസ് കോൾ ഫോർ എമർജൻസി അസിസ്റ്റൻസ്. സോ നമുക്ക് ലോക്കൽ എമർജൻസി സർവീസുകളെ വിളിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പോയിസൺ കൺട്രോൾ സെന്റേഴ്സിനെയൊക്കെ നമുക്ക് വിളിക്കാം, ഒരാൾ പോയിസണഡ് ആയിരുന്നു കണ്ടു കഴിഞ്ഞാൽ. സോ നെക്സ്റ്റ് വൺ ഈസ് ടേക്ക് കാം. നമുക്ക് ഇപ്പോൾ അവരെ പറയാൻ കുഴപ്പമൊന്നുമില്ല, പേടിക്കാനില്ല, നമുക്ക് എല്ലാം ശരിയാക്കി തരാം നമ്മൾ പറയില്ലേ, അത് പറയാം. ആൻഡ് ഐഡന്റിഫൈ ദ പോയിസൺ. നമുക്ക് എല്ലാ സമയത്തും പോയിസൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവർ കഴിച്ച അതിൻ്റെ ബോട്ടിൽസോ സ്ട്രിപ്സോ ഗുളികകളോ അങ്ങനെ ഇന്റൻഷലി കഴിച്ചിട്ടാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ വോമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വോമിറ്റിംഗ് നമുക്ക് കളക്ട് ചെയ്യാം, വോമിറ്റ് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് ഡു നോട്ട് ഇൻഡ്യൂസ് വോമിറ്റിംഗ്. നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഹൈലി കൊറോസീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ലൈക്ക് ആസിഡ്സ്, സ്ട്രോങ് ബേസ് ഒക്കെയാണ് അവർ കഴിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവരുടെ സെൽസ് ഒക്കെ ഡാമേജ് ആവുന്നു അല്ലെങ്കിൽ കൊറോസീവ് സബ്സ്റ്റൻസ് കാരണം. സോ അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കുക? അതേപോലെ അവരുടെ സെൽസുകൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫുഡ് പൈപ്പ് എന്ത് ചെയ്യുന്നു? ഡാമേജ് ചെയ്ത് തിരിച്ചു വരുന്നു. സോ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യാൻ പാടില്ല. ബേസിക്കലി വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യുന്ന കാറ്റഗറീസ് ഉണ്ട്, അത് ചെയ്യുന്നെങ്കിലും ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ആണ് ചെയ്യുക. അവരെന്താ ചെയ്യുക? ഹാം ഒന്നും ഇല്ലാണ്ടായിരിക്കും അവർ ആ പ്രൊസീജിയർ ചെയ്യുന്നത്. ആൻഡ് ഫോളോ ഫസ്റ്റ് എയ്ഡ് ഗൈഡ് ലൈൻസ്. സോ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ഗൈഡ് ലൈൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഫോളോ അപ്പ് ചെയ്യാം. നമ്മളെ ഈ പോയിസൺ കൺട്രോൾ സെന്റർ ഒക്കെ നമ്മൾ ഒരുപാട് അസിസ്റ്റ് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അതനുസരിച്ച് നമുക്ക് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ. നമ്മൾ ഇൻഫോർമേഷൻസ് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഈവൻ ദോ ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ബിഫോർ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോഴും നമ്മളൊരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ. ആൻഡ് ഫോളോ മെഡിക്കൽ അഡ്വൈസ്. സോ നമ്മൾ മെഡിക്കൽ അഡ്വൈസ് കറക്റ്റ് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസുകൾ നമ്മൾ എടുക്കണം. ആ ഒരു മെഡിക്കൽ റെസ്പോണ്ടേഴ്സ് അവരെന്താണോ പറയുന്നത് അതനുസരിച്ച് അവരെ കോപ്പറേറ്റ് ചെയ്ത് അവരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമുണ്ട്. ആൻഡ് ട്രാൻസ്പോർട്ട് ടു മെഡിക്കൽ ഫെസിലിറ്റി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവരെ നമ്മൾ മെഡിക്കൽ ഫെസിലിറ്റി ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇത് ബേസിക് കാര്യമാണ്. ഇത് നന്നായിട്ട് നമ്മൾ എവിടെ പഠിക്കും? ഓൾറെഡി ക്ലിനിക്കൽ ഫാർമസിയിൽ പഠിക്കും. ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രം പറഞ്ഞേ ഉള്ളൂ. സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൻഡോട്ട്സ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഫിസിയോളജിക്കൽ ആൻഡോട്ട്. മറന്നു പോകരുത്, ഫിസിയോളജിക്കൽ ആൻഡോട്ട് ആണ്. ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ പോയിസന്റെ എഫക്റ്റിനെ കൗണ്ടർ ആക്ട് ചെയ്യുന്നു. മറന്നു പോകരുത്, കൗണ്ടർ ആക്ട് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ആക്ഷൻ കൊടുക്കുന്നു. എക്സാമ്പിൾ സോഡിയം നൈട്രേറ്റ് ആണ്. സോ ബേസിക്കലി സൈനൈഡ് പോയിസണിങ് ആണ് നമ്മൾ നോർമലി കൊടുക്കുക കേട്ടോ. മറന്നു പോകരുത്, കൗണ്ടർ ആക്ട് ദ എഫക്ട്. ഈ ഒരു വേർഡിനെ പഠിക്കുക, കൗണ്ടർ ആക്ട് ദ എഫക്ട് ഓഫ് ദ പോയിസൺ. സോ ബേസിക്കലി സൈനൈഡ് പോയിസണിങ് ആണ്. എന്താണ് സൈനൈഡ് പോയിസണിങ്ങിന്റെ ഓപ്പോസിറ്റ് ആക്ഷൻ കൊടുക്കുവാണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എഫക്ട് കൊടുക്കുവാണ് നോർമലി ചെയ്യുന്നത്.
ആൻഡ് സെക്കൻഡ് വൺ ഈസ് മെക്കാനിക്കൽ ആൻഡോട്ട് ആണ്. ഇവിടെ എന്താ ചെയ്യാണ്, പ്രിവെന്റ് ദ അബ്സോർപ്ഷൻ ഓഫ് ദ പോയിസൺ. മെക്കാനിക്കലി ആണ് ചെയ്യുക അല്ലേ, പ്രിവെന്റ് ദ അബ്സോർപ്ഷൻ ഓഫ് ദി പോയിസൺ. പോയിസന്റെ അബ്സോർപ്ഷനെ കുറയ്ക്കുകയാണ് ചെയ്യുക. എക്സാമ്പിൾ ആക്ടിവേറ്റ് ചാർക്കോൾ, ഒരുപാട് പേർക്ക് അറിയാം ആക്ടിവേറ്റ് ചാർക്കോൾ അല്ലേ. സോ അത് മെക്കാനിക്കൽ ആൻഡോട്ടിന് എക്സാമ്പിൾ ആണ്. സോ ഫിസിക്കലി ബ്ലോക്കിംഗ് ഓർ അബ്സോർബിംഗ് ദ പോയിസൺ. സോ നമ്മുടെ ബോഡിയിലുള്ള പോയിസൺ ഫർദർലി അബ്സോർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഫിസിക്കലി ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആ പോയിസനെ ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. സോ നെക്സ്റ്റ് വൺ ഈസ് കെമിക്കൽ ആൻഡോട്ട്. പേര് പറയുന്നത് പോലെ തന്നെ കെമിക്കൽ നേച്ചറിനെ മാറ്റുന്നു അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നു. ഈ കഴിക്കുന്ന ഏതാണോ പോയിസൺ അതിൻ്റെ എന്ത് ചെയ്യുന്നു, കെമിക്കൽ നേച്ചറിനെ മോഡിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ സോഡിയം തയോസൾഫേറ്റ് ആണ്. എക്സാമ്പിൾ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് സൈനൈഡ് പോയിസണിങ്ങിന് ആൻഡോട്ടായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സോഡിയം തയോസൾഫേറ്റ് യൂസ് ചെയ്യുന്നത്. സോ കെമിക്കൽ നേച്ചറിനെ മാറ്റുന്നു, ഈവൻ ദോ ന്യൂട്രലൈസിങ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ നമുക്ക് എക്സാമ്പിൾ ആണ് പഠിക്കേണ്ട, ഒരൊറ്റ എക്സാമ്പിളെ പറഞ്ഞിട്ടുള്ളൂ. സോഡിയം നൈട്രേറ്റ് ആണ്, NaNO2. സോ സോഡിയം നൈട്രേറ്റിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് സൈനൈഡ് പോയിസൺ ഉപയോഗിക്കാറുണ്ട്, വാസോഡൈലേറ്റർ ആണ്, അസോഡൈസിന് ഉപയോഗിക്കാറുണ്ട്, ആന്റി ഓക്സിഡന്റ് ആണ്. അത് മാത്രമല്ല ഇതെല്ലാം ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. ബേസിക് കുറച്ച് പ്രോപ്പർട്ടീസേ പറയുന്നുള്ളൂ. സൈനൈഡ് പോയിസണിങ്, വാസോഡൈലേറ്റർ, അസോഡൈസ് ആൻഡ് ആന്റി ഓക്സിഡന്റ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് ആക്ടിവേറ്റ് ചാർക്കോൾ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആക്ടിവേറ്റ് ചാർക്കോളിന്റെ ഏറ്റവും ബേസിക് ഫംഗ്ഷൻ അഡ്സോർപ്ഷൻ ആണ് അല്ലെ, അഡ്സോർബ് ചെയ്യുന്നു. സോ ബേസിക്കലി ഡയറിയ, നമുക്ക് എല്ലാവർക്കും അറിയാം ഡയറിയ എന്ന് പറയുമ്പോൾ ഒരുപാട് വാട്ടർ ലോസ് ഉണ്ടാവും അല്ലേ. സോ ഈ വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരുപാട് രീതിയിൽ ആക്ടിവേറ്റ് ചാർക്കോൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി സ്പെസിഫിക് പോയിസണിങ് നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല ഡൈജസ്റ്റ് ഇഷ്യൂസിനൊക്കെ നമുക്ക് ആക്ടിവേറ്റ് ചാർക്കോൾ യൂസ് ചെയ്യാം. അല്ലാണ്ട് തന്നെ ഒരുപാട് യൂസുകൾ വരുന്നുണ്ട്. സോ കുറച്ച് ബേസിക് യൂസുകൾ മാത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് യൂണിവേഴ്സൽ ആൻഡോട്ട് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ യൂണിവേഴ്സൽ ആൻഡോട്ട്സിൽ മൊത്തം എത്രയാണ്, 2 പാർട്ട് ഓഫ് ആക്ടിവേറ്റ് ചാർക്കോൾ, 1 പാർട്ട് ഓഫ് മെഗ്നീഷ്യം ഓക്സൈഡ് ആൻഡ് 1 പാർട്ട് ഓഫ് ടാനിക് ആസിഡ്. മറന്നേ പോകരുത്. എന്താണ്, 2 പാർട്ട് ഓഫ് ആക്ടിവേറ്റ് ചാർക്കോൾ, 1 പാർട്ട് ഓഫ് മെഗ്നീഷ്യം ഓക്സൈഡ് ആൻഡ് 1 പാർട്ട് ഓഫ് ടാനിക് ആസിഡ്. സോ ഇത്രയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, നമുക്ക് പോയിസണെങ്കിൽ ആൻഡോട്ടായിട്ട് യൂണിവേഴ്സൽ ആൻഡോട്ട് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് എല്ലാവർക്കും എല്ലാ സമയത്തും യൂണിവേഴ്സൽ ആൻഡോട്ട് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ഒരുപാട് കണ്ടീഷൻസ് വരുന്നുണ്ട് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. പിന്നെ ആൻറ്റിഡോട്ടുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന രീതി നമ്മൾ പറഞ്ഞു. പക്ഷെ പോയിസണിങ് തന്നെ നമുക്ക് വീണ്ടും സബായിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ടതുണ്ട്. കാര്യം ഇൻജസ്റ്റഡ് പോയിസണിങ് ഉണ്ട്, ഇൻഹെയിൽഡ് പോയിസണിങ് ഉണ്ട്, അങ്ങനെ വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, കാരണം എന്താ, ക്ലിനിക്കൽ ഫാർമസി നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ അത്രയും അതിൻ്റെ ആവശ്യം വരുന്നില്ല. സോ നെക്സ്റ്റ് ഇട്ട് കാണാം. ബൈ.